അമേരിക്ക ഇറാൻ യുദ്ധം ലോകത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ അടക്കം സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിച്ചിലുകൾ ഉണ്ടാക്കുന്നതും കയറ്റങ്ങൾ ഉണ്ടാക്കുന്നതും എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിന്റെ നിഴലിലാക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ സൈനിക സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഒരു അന്താരാഷ്ട്ര ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇറാന് നേരെ ശക്തമായ വ്യോമാക്രമണം അമേരിക്ക നടത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് US വ്യോമസേന ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണം നടത്തിയത്. ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ നീക്കത്തിന് പിന്നാലെ തങ്ങളുടെ അയൽപക്കത്തുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇറാനെ കൊണ്ട് അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല നേരിട്ട്. സോ അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ മുമ്പിൽ നിർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു നയമാണ് ഇറാൻ സ്വീകരിക്കുന്നത്. പൊതുവെ അത് ഒരു ശരിയായ നീക്കമായിട്ട് ഇനി അങ്ങോട്ട് കരുതാൻ പറ്റില്ല. കാരണം ഒന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഭയങ്കരമായ ആക്ടിവിറ്റീസ് ഒന്നും ഇറാനെതിരെ ഇപ്പം നടക്കുന്നില്ല. ആനയെ പിടിക്കാൻ പറ്റില്ല, പക്ഷെ പേരിനൊപ്പം ആന ഉള്ളത് കൊണ്ട് വഴിയെ പോകുന്ന കുഴിയാനയെ പിടിക്കാം എന്ന രീതിയിലാണ് ഇറാൻ ഇവിടെ ഒരു നിലപാടെടുക്കുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ച് ഒന്നും ചെയ്യാത്ത ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അപ്പൊ ഇതൊരു ശരിയായ നീക്കമല്ല. അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ നടത്തുന്ന നീക്കമാണെങ്കിൽ കൂടി ഇത് ഇറാൻ വലിയ ആപത്ത് ക്ഷണിച്ചു വരുത്താൻ കാരണമായേക്കാം. അത്രേ ഉള്ളൂ. ഇറാന് തന്നെ ഇത് ഭാവിയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതിലേക്ക് നയിക്കും. ഇപ്പോൾ ഉണ്ടായതും വലിയ നഷ്ടങ്ങളാണ്, അതിനേക്കാൾ വലിയ നഷ്ടങ്ങൾ ഇറാൻ ഇത് ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. ഹോർമുസ് കടലിടുക്ക് അമ്മായിയപ്പന് സ്ത്രീധനം കിട്ടിയതുപോലെ ഇറാൻ ഉപയോഗിക്കുന്നതും ഇനി അങ്ങോട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇറാൻ ഇത്രയും കാലം ചെയ്തതിൽ കുറെ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും തുടർച്ചയായിട്ട് ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായ ഭാഷയിൽ തന്നെ ടെഹ്റാൻ അപലപിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അപലപിക്കാനുള്ള ധാർമ്മികത ഇറാൻ ഉണ്ടോ എന്നതാണ് സംശയം. ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടലുകളും അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ട്രംപിന്റെ വ്യക്തി താല്പര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അയാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അയാളുടെ കമ്പനി കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കുന്നതും ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങാടിയിൽ പിഴച്ചതിന് അമ്മയോട് എന്ന് പറയുന്ന പോലത്തെ ഇറാന്റെ സമീപനത്തെ ലോകരാജ്യങ്ങൾ എത്ര കാലം സഹിക്കുമെന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്ന്, ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള വിഷയത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ത് പിഴച്ചു? അവരെ എന്തിനാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്? ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ചെയ്യാനുള്ള നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്കെതിരെ ചെയ്യണം. അതല്ലാതെ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ട് ഒരു കാര്യവും ഇനി അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അമേരിക്കയെ നേരിടാനും വെല്ലുവിളിക്കാനുമുള്ള സൈനിക കരുത്തില്ലെങ്കിൽ അതിന് പോകാതിരിക്കുകയായിരുന്നു ഇറാൻ ചെയ്യേണ്ട ഒരു മിനിമം ബുദ്ധി. അമേരിക്കയും ഇസ്രയേലിനെയും പിണക്കാതെ പരമാവധി സാമ്പത്തികമായും സൈനികമായും ശക്തി ആർജിച്ചിട്ട് തിരിച്ചടിക്കാൻ കഴിയുമെന്ന് തോന്നുമ്പോൾ മാത്രം, അതിനുള്ള ശേഷി ഉണ്ടെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം ഇറങ്ങി പുറപ്പെടണമായിരുന്നു. എന്തായാലും അമേരിക്കയും ട്രംപും ഇതുകൊണ്ട് കുറെ നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുന്നത് ഏഷ്യൻ രാജ്യങ്ങളാണ്. അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തെ ടെഹ്റാൻ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. US-ന്റെ ഈ സൈനിക നടപടി ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപുണ്ടാക്കിയ ഉഭയകക്ഷി ധാരണകളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഏകപക്ഷീയമായ നീക്കമെന്ന് ഇറാൻ ആരോപിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങളെയും സമാധാന ചർച്ചകളെയും ഈ സംഘർഷം ഗുരുതരമായി ബാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇറാൻ അമേരിക്ക ഇസ്രയേൽ പ്രശ്നങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.